ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ ദ ടേം മാനേജീരിയൽ എക്കണോമിക്സ്. ഫസ്റ്റ് ടോപ്പിക് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ള ഡെഫിനേഷൻ കൊടുക്കുക. വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ? എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് വെബ്ലൻ ഇഫക്റ്റ്? സ്റ്റേറ്റ് ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഇൻഫിനിറ്റ്ലി എലാസ്റ്റിക് ഡിമാൻഡ്? പിന്നെ ചോദിച്ചാൽ വാട്ട് ഈസ് മണി കോസ്റ്റ്? വാട്ട് ഈസ് മെൻഡ് ബൈ പ്രൈസ് ലീഡർഷിപ്പ്? ഇതിനാണ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓർഡിനൽ യൂട്ടിലിറ്റി. ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണ്? നയൻത്ത് വൺ വാട്ട് ഈസ് ഷട്ട് ഡൗൺ പോയിന്റ്? 10th question, state the meaning of price discrimination. 11th question, define penetration pricing policy. 12th one, what is monopoly? 13th, what is price elasticity of demand? What is isoquant curve? And last one, arc elasticity. ഇത്രയാണ് 15 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മളിപ്പം ഏറ്റവും ലാസ്റ്റ് ഇയറത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും കേട്ടതിന് ശേഷം ഇനി ബാക്കിയുള്ള 3 വർഷത്തെയും കൂടി ഇടുന്നുണ്ട്. അത് കമ്പയർ ചെയ്തുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവേർഡിലേക്ക് സ്ലോപ്പ് ആയിരിക്കാനുള്ള കാരണം? അത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. And 17th, briefly discuss യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ എന്താണെന്ന്. യൂട്ടിലിറ്റി എന്താണെന്നുള്ളതും അതിൻ്റെ മാക്സിമൈസേഷൻ മോഡൽ എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ സപ്ലൈ കർവ് ആൻഡ് ഷോ ദ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തൊരു പോർഷനാണ് ഡിമാൻഡിൻ്റെ ലോ ഓഫ് ഡിമാൻഡും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സും പിന്നെ ഡിമാൻഡ് കർവും അതേപോലെ തന്നെ സപ്ലൈ കർവ്, അതിൻ്റെ എക്സ്റ്റൻഷൻ, കോൺട്രാക്ഷൻ. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ അനലൈസിങ് ഡിമാൻഡ്? ഡിമാൻഡ് അനലൈസ് ചെയ്യുമ്പം ഇലാസ്റ്റിസിറ്റി എന്തിനാണ് നോക്കുന്നത് എന്നുള്ളത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി. പ്രൈസിങ്ങിൽ വരുന്നൊരു കാര്യമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളി എന്താണെന്നുള്ളത്. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. 5 മാർക്കിന് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് ചോദിച്ചിട്ടുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡിമാൻഡ് എസ്റ്റിമേഷൻ. എന്തിനാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ? എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിലുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 23rd ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻ ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ. കോസ്റ്റും ഔട്ട്പുട്ടും ആ റിലേഷൻഷിപ്പ് 2 ടൈമിലും ലോങ് റണ്ണിലേക്കും ഷോർട്ട് റണ്ണിലേക്കും എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി എസ്സേ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ പറഞ്ഞ വാട്ട് ഈസ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദ വേരിയസ് ടെക്നിക്സ് ഓഫ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. എന്താണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്? അതിൻ്റെ വേരിയസ് സ്റ്റെപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? എക്സ്പ്ലെയിൻ ദ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ലോങ് റൺ, ഷോർട്ട് റൺ. ഇതേപോലെ തന്നെയാണ് മുകളിലൂടെ ചോദിച്ചിരിക്കുന്നത്. ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട് 20ാമത്തെ ക്വസ്റ്റ്യനിൽ. ഡിസ്കസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഡിസെക്കണോമീസ് ഓഫ് സ്കെയിൽ, വേരിയസ് ഫാക്ടേഴ്സ് കോസിങ് ഇറ്റ്. ഈ എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഡിസെക്കണോമി എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് തന്നെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. 27th ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് എ ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിൻ്റെ പല ഘട്ടങ്ങൾ, ബൂമർ, ഡിപ്രഷൻ, അതേപോലെ തന്നെ റിസഷൻ, ആ ഓരോ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലാസ്റ്റ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമ്മളിനി ഓരോ നോക്കുന്ന സമയത്ത് അറിയാം നമുക്ക് എത്രത്തോളം അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഒന്ന് പഠിക്കുക. എന്നാൽ തന്നെ മാക്സിമം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.